നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. ഒരു സീസണിലെ ടീമിനായിട്ട് ഏറ്റവും അധികം ഗോൾ അടിച്ച താരം 24-25 ഗോളൊക്കെ അടിച്ചിട്ട് പറയുകയാണ് അയാൾ ടീമിന് വേണ്ടിയിട്ടല്ല കളിക്കുന്നത് എന്ന്. എങ്ങനെയാണ് അങ്ങനെയൊക്കെ ഒരാളെ വിമർശിക്കാൻ പറ്റുക? ക്രിസ്ത്യാനോ റൊണാൾഡോയെ വിമർശിക്കാൻ ഒരു പഴുതുമില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്ന് പറയുന്നു ആൻഡർ ഹെരേര. മുൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് താരമാണ് ആൻഡർ ഹെരേര. അദ്ദേഹം CR7 യുണൈറ്റഡിലേക്കുള്ള രണ്ടാം വരവിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. ഏതായാലും അദ്ദേഹം യുണൈറ്റഡ് വിട്ട് PSG പോയിരുന്നു ആൻഡർ ഹെരേര, നമുക്കറിയാം അത്. എങ്കിലും യുണൈറ്റഡിലെ CR7 രണ്ടാം വരവ് അത്ര നല്ല രൂപത്തിലല്ലല്ലോ അവസാനിച്ചത്. ടെൻ ഹാഗ് ഒക്കെ വന്നതോടുകൂടി അതാകെ ലെജൻഡ് അർഹിക്കുന്ന രൂപത്തിലുള്ളൊരു വിടവാങ്ങലല്ല CR7 യുണൈറ്റഡിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്. ഇപ്പം ആൻഡർ ഹെരേര അതിനെക്കുറിച്ച് പറയുകയാണ്. ആ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. അദ്ദേഹം പറയുന്നു, നിങ്ങളുടെ ടീമിൽ ഒരു താരം 24-25 ഗോളുകൾ അടിക്കുന്നു. ഞാൻ വിചാരിക്കുന്നത് CR7 യുണൈറ്റഡിലേക്ക് തിരികെ എത്തിയിട്ടുള്ള ആദ്യ വർഷം 24-25 ഗോൾ അടിച്ചു എന്നാണ്. എന്നിട്ട് പറയുകയാണ് ആ താരം ടീമിന് വേണ്ടിയല്ല കളിക്കുന്നത് എന്ന്. ടീമിലെ ഹയസ്റ്റ് സ്കോറർ അദ്ദേഹമായിരുന്നു. യൂറോപ്പിലെ തന്നെ ഹയസ്റ്റ് സ്കോറേഴ്സിന്റെ ലിസ്റ്റിൽ വന്നിട്ടുള്ള താരമാണ്. എന്നിട്ടാണ് പറയുന്നത് അയാൾ ടീമിന് വേണ്ടി കളിക്കുന്നില്ല എന്ന്. തീർച്ചയായിട്ടും ക്രിസ്ത്യാനോ എല്ലാ സീസണുകളിലും ഇങ്ങനെ 50 ഗോളുകൾ അടിച്ചു കൊള്ളണമെന്നില്ല. ബട്ട് സ്റ്റിൽ അദ്ദേഹം ഫൈറ്റ് ചെയ്യുന്നു, അദ്ദേഹം സ്കോർ ചെയ്യുന്നു, സ്വയം കെയർ ചെയ്യുന്ന പോലെ തന്നെ ടീമിനെയും അദ്ദേഹം കെയർ ചെയ്യുന്നു. എല്ലാ ട്രെയിനിങ് സെഷനിലും അദ്ദേഹം ഉണ്ടാകുന്നു. സ്വാഭാവികമായിട്ടും നമ്മൾ അദ്ദേഹത്തെ റെസ്പെക്ട് ചെയ്യുകയല്ലേ വേണ്ടത്? തീർച്ചയായിട്ടും അദ്ദേഹത്തെ പോലെ ഇങ്ങനെ ട്രെയിനിങ്ങിന് എത്തുകയും കാര്യങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നവർ വളരെ കുറവാണ്. ഇത്രയധികം ഡെഡിക്കേഷനോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ കുറവാണ്. എന്തൊക്കെ പറഞ്ഞാലും ആ നമ്പേഴ്സ് കള്ളം പറയില്ല. റൊണാൾഡോ എപ്പോഴും കളിക്കുന്നു, സ്കോർ ചെയ്യുന്നു, ഫൈറ്റ് ചെയ്യുന്നു, ടീമിന്റെ റെസ്പോൺസിബിലിറ്റി അദ്ദേഹം ഏറ്റെടുക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ദർ ഈസ് നോ റൂം ഫോർ ക്രിറ്റിസിസം വിത്ത് ക്രിസ്ത്യാനോ എന്നാണ് ഇപ്പോൾ ആൻഡർ ഹെരേര പറയുന്നത്. ഇതേ അഭിപ്രായക്കാർ നിരവധി പേരുണ്ടാകും. തീർച്ചയായിട്ടും ഗോൾ അടിക്കുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന് വേണ്ടി മാത്രം എന്ന് പറയുന്നത് എന്ത് ലോജിക്കാണ്? ആ ഗോളിൻ്റെ ഫലം ലഭിക്കുന്നത് ടീമിനല്ലേ? വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എത്താം.